ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പ്രതീക്ഷയും പ്രത്യാശയും. ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെൻ, ഒരു ബുക്ക്, ഇവയ്ക്ക് ഒരു ലോകത്തെ തന്നെ മാറ്റി മറിക്കാൻ സാധിക്കും എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലൂടെ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ മൈൻഡ് പാർട്ട് ട്രെയിനർ, അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച് മിസ്റ്റർ ജസ്റ്റിൻ തോമസ് ചേരുന്നു. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ സാധിക്കുന്ന 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ള 2 എൻജിനീയറിംഗ് കോളേജും 2 CBSE സ്കൂൾ, ഒരു MBA കോളേജ്, ഇങ്ങനെ ഒത്തിരി കോളേജസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഫൗണ്ടർ, ചെയർമാൻ ഓഫ് ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ മാല, ഡോക്ടർ രാജു ഡേവിസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു ദ ഷോ. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ വാല്യൂവിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഈ വാല്യൂ, ഈ മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സാധാരണ രീതിയിൽ നമ്മുടെ ശിവകേരയുടെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം മാന്യതയാർന്ന ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ചോദിക്കുന്നൊരു ചെറിയൊരു ചോദ്യമുണ്ട്. ക്യാരക്ടറാണോ പ്രധാനപ്പെട്ടത്, അതേ സത്യസന്ധതയാണോ പ്രധാനപ്പെട്ടത് എന്നുള്ള ചോദ്യം. അപ്പം അതേപോലെ ചെറിയൊരു കഥ ഇങ്ങനെ പറയുകയാണ്. ഒരു പയ്യൻ കോപ്പി അടിച്ചു കഴിഞ്ഞപ്പം ഈ പയ്യനോട് സാറ് ചോദിച്ചു, എടാ നീ കോപ്പി അടിച്ചോ എന്ന്. അവൻ പറഞ്ഞു, ഞാൻ അടിച്ചു സാറേ. ഭയങ്കര സത്യസന്ധനല്ലേ ഇവൻ്റെ വാർത്ത. അപ്പോൾ പക്ഷേ ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവൻ സത്യസന്ധനൊക്കെയാണ്, പക്ഷെ ഇവൻ്റെ ക്യാരക്ടർ ശരിയല്ല. അപ്പം ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളുടെ ആകത്തുകയാണ് എന്താ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ഒന്നാണ് വാല്യൂസ്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്? ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് വാല്യൂസാണ്. അത് ആർജിതമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ വാല്യൂസിനെ കുറിച്ച് നമുക്ക് ഉള്ള അറിവെന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. പക്ഷേ ആർജിതമായിട്ട് ലഭിക്കുന്നതാണ് വാല്യൂസ്. നമ്മൾ കണ്ടും കേട്ടും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ നമ്മൾ നേടിയെടുത്ത നന്മയുടെ വിത്തുകളാണ് ശരിക്കും നമ്മൾ വാല്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ചിലപ്പോൾ എന്താണ്, ചിലർക്ക് നന്മയായിട്ട് തോന്നുന്നു, ചിലർക്കത് തിന്മയായിട്ടും തോന്നാം. അത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. നല്ല വാല്യൂസ് എന്ന് പറയുന്നത് അത് നന്മയുടെ വിത്തുകളാണ്. എനിക്കും, നമ്മൾ സാധാരണ പറയുന്ന പോലെ, എനിക്കും മറ്റുള്ളവർക്കും ഈ സമൂഹത്തിനും ഉപകരിക്കുന്ന നന്മയുടെ വിത്തുകൾ. സാറ് ഈ ഫ്ലോറിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ബിക്കോസ് യു ഹാവ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ടു ദിസ് ഫീൽഡ്, അല്ലേ? 20 years ആൻഡ് ഫൗണ്ടർ ഓഫ് സോ മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒത്തിരി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക, പോസ്റ്റുകളിൽ പങ്കാളിയുമായിരുന്നു, അല്ലേ? നമ്മുടെ എഡ്യൂക്കേഷണൽ തീരുമാനങ്ങൾ എടുക്കാൻ, അങ്ങനെ ഒത്തിരി പോളിസീസിനും ഒക്കെ സാറുണ്ടായിരുന്നു. ആൻഡ് സോ മെനി അവാർഡ്സിൻ്റെ റെസിപ്പിയൻ്റ് ആണ്. ബിക്കോസ് യു ഡിസേർവ് ഇറ്റ്. കാരണം സാറിന് തന്ന ഇപ്പോൾ നെഹ്റു അവാർഡ് ആയിക്കോട്ടെ, വിവേകാനന്ദ അവാർഡ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി, ഇതെല്ലാം ആക്ച്വലി പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീയോ കിട്ടിയ ആൾക്കാർക്കാണ് യൂഷ്വലി ഇത് കൊടുക്കുക. സോ ആ ഒരു ഹോണറും സാറിന് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒത്തിരി. സാറിൻ്റെ പ്രൊഫൈലൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് കാണാം ചുറ്റും ഒത്തിരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ട്രൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ട്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്?
ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് കുറച്ച് പഴയ ചരിത്രത്തിലേക്ക് പോകണം. കാരണം ഇവിടെ പഴയ ബാലസംസ്കാരത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ വിദ്യാഭ്യാസം നൽകിയതെല്ലാം ഗുരുകുല സമ്പ്രദായത്തിലാണ്. അവിടെ മഹർഷിമാരവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ വലിയ പങ്കും വാല്യൂസായിരുന്നു, മൂല്യങ്ങളായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്. കേരള ചരിത്രം എടുത്ത് നോക്കിയാൽ കേരള ചരിത്രം ആദ്യമായി പള്ളിക്കൂടങ്ങൾ തുടങ്ങുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. അന്നുള്ള വിദ്യാലയങ്ങളിലും എല്ലാം മൂല്യങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇവൻ നമ്മുടെ സർക്കാർ ഇറക്കുന്ന സിലബസിൽ പോലും സിവിക്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ടായിരുന്നു. പണ്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. നമുക്ക് സാമൂഹ്യ ബോധം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത് വേണ്ടെന്ന് സർക്കാർ തന്നെ മനസ്സിലാക്കി, ആ പുസ്തകം വേണ്ടെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തെ സംബന്ധിച്ചോളം വന്നപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ ആൾക്കാർ അനുമതി കൊടുത്തു. ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരാണോ അല്ലയോ ഒന്നും ചിന്തിക്കാതെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തപ്പോൾ അത് കൊമേഴ്ഷ്യൽസ് പോയി. മൂല്യങ്ങൾ ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ഇതിൽ പകുതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അവർ തന്നെ ഒരു തെറ്റായ ദിശ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് കൊടുത്തു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മൂല്യച്യുതിക്ക് കാരണം. ഇന്ന് മൂല്യം വേണ്ട എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നത്. എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടുക, അത് കോപ്പി അടിച്ചായാലും. പലപ്പോഴും നമ്മൾ വായിച്ചു കാണും, മാനേജ്മെൻറ്റ് തന്നെ കോപ്പി അടിക്കാൻ അവസരം കൊടുക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ വായിച്ചു കാണും. അപ്പോൾ അങ്ങനെ പല കോളേജുകളിലും ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം ചരിത്രമെടുത്താൽ പല കോളേജുകളിലും ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കുട്ടികൾക്ക് മൂല്യം കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ച. നടത്തിക്കൊണ്ടുപോയിരുന്നവർക്ക് മൂല്യബോധമില്ലാതെ വന്നപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മൂല്യബോധമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ബേസ്ഡ് വിദ്യ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും വിദ്യാഭ്യാസം വേണ്ടത്. ഒപ്പം പകുതിയാണ് അറിവും മൂല്യവുമാണ്. ഈ മൂല്യം എന്ന് പറയുന്നതും നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ്, അറിവ് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ്. ഇത് രണ്ടും കൂടി സമന്വയിക്കുന്നതാണ് വിദ്യാഭ്യാസം. പക്ഷെ ഇവിടെ വന്നേക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിവിന് മാത്രമേ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, മൂല്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വിട്ട് നമുക്ക് വളരാൻ സാധിക്കാത്തൊരവസ്ഥ കേരളത്തിലെ മലയാളി കുട്ടികൾക്കുണ്ടായിരിക്കുകയാണ്. അതെ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ യൂഷ്വലി നമ്മൾ കാണുന്നത് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും മാർക്സ് ഇതിനു വേണ്ടി. പിന്നെ കുറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെ തന്നെയാണ്. ലൈക്ക് അവർക്ക് ഏറ്റവും മാക്സിമം റാങ്ക്സ് വേണം, ഇല്ലെങ്കിൽ ഇപ്പൊ ജോബ് പ്ലേസ്മെന്റ് ആണ് എങ്കിൽ അവരുടെ കുട്ടികൾക്ക് മാക്സിമം കിട്ടണം. എങ്ങനെയൊക്കെ കുട്ടികളെ പ്രശ്നം, അവരുടെ ക്യാരക്ടറിന് വലിയ പ്രാധാന്യമില്ല ഇല്ലേ? അപ്പൊ ഒത്തിരി കുട്ടികളുടെ ഇടയിൽ ട്രെയിനിങ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കഴിഞ്ഞ തലമുറയും ഈ തലമുറയിലും കുട്ടികളിൽ വാല്യൂവിൽ വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ്. സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് എന്തെങ്കിലുമൊക്കെ അറിവ് നേടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ജോലി, കരിയർ ഗൈഡൻസിന്റെ ഒരു വലിയ പ്രഭാവം ഇപ്പോൾ ഉണ്ട്. അതെ, അതൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുന്നു. ഞാനൊരു കരിയർ ഗൈഡൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അവർ ഒരു ജോലിക്ക് എത്തുന്നു. ഈ ജോലിക്ക് എത്തിയതിന് ശേഷം നമ്മൾ കാണുന്നത് മിക്ക ഹൈ പ്രൊഫൈൽ ജോലിയിലും ഇവരുടെ കുടുംബജീവിതം പലപ്പോഴും പ്രശ്നത്തിലാണ്. ഓക്കെ, ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ അറിയത്തില്ല, എമ്പതറ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ഇവർക്കില്ല. ഓക്കെ, ഒരു വ്യക്തിയുടെ കണ്ണീരിന് ഉള്ള വില എന്താണെന്ന് അറിയത്തില്ല. പല കമ്പനികളും അതാണ് ആവശ്യപ്പെടുന്നത്. കാരണം കണ്ണിച്ചോരയില്ലാതെ എന്ത് ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാക്കി മാറ്റുന്നൊരു പ്രക്രിയ. പക്ഷേ ഇതിൻ്റെ ഒരു അന്തം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ദാരുണമായിരിക്കും. കാരണം മനുഷ്യനെ മനസ്സിലാക്കാത്ത ഒരുപറ്റം മനുഷ്യർ, രൂപം കൊണ്ട് മനുഷ്യനാണ്, പക്ഷേ മൃഗങ്ങളുടെ സ്വഭാവമുള്ള ഒന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപറ്റം ആൾക്കാരെ ഈ ഭൂമിയിലേക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എവിടെ പോയി നിൽക്കും? കാരണം ഇവൻ രാഷ്ട്രത്തിൻ്റെ ഒരു തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ന്യൂക്ലിയർ ബോംബ് ഉൾപ്പെടെയുള്ള ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു നേതൃത്വ നിരയിൽ അങ്ങനെ ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? കാരണം അവന് മൂല്യബോധമില്ല. അടുത്ത രാഷ്ട്രത്തിൻ്റെ മുകളിലേക്ക് അവൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡിസ്ട്രക്ഷന് കാരണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുന്നതിന് ഇത് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
മൂല്യം നിർബന്ധമായിട്ടും വേണം. സാർ ഒത്തിരി ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലേ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതുമായ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ശരിക്കും ഒരു പെയിൻ ഉണ്ട് അല്ലേ? ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് പോലെയല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എന്തൊക്കെയാണ് സാറിന് തോന്നുന്ന മോസ്റ്റ് ഇഫക്റ്റീവ് വേ ആണ്? ഇല്ലാണ്ട് മിക്കതും ഇപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു മോറൽ സയൻസ് ഇല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ അതിനും ഒരു എക്സാമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാലേ ഈ പിന്നെ നമ്മൾ കാറ്റീസത്തിന് പോകുന്നു, അപ്പം ഇങ്ങനെയൊക്കെ എല്ലാം എക്സാം ബേസ് വരുമ്പോഴത്തേനും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമോ? പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഈവൻ കാറ്റഗിസത്തിന് എന്തിനാണ് പോകുന്നതെന്ന് കുട്ടികളോട് ചോദിച്ചാൽ പരീക്ഷ ജയിച്ച് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ അവർക്ക് ആയ കല്യാണം കഴിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലാതെ അതിൽ നിന്ന് മൂല്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ കാറ്റഗിസിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ പരമദയനീയമാണ്. കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്, ട്രെയിനിങ് ഇല്ലാത്ത അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്ത് അച്ചടിച്ചിട്ടുണ്ടോ അത് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരാണ് അവിടെ ഉള്ളത്. സ്കൂളിൽ വന്നാൽ മൂല്യബോധമുള്ള ഒന്നാമത്തെ തന്നെ പേരൻസിന് മോറൽ സയൻസ് ക്ലാസ് പരീക്ഷ വന്നാൽ അത് പഠിക്കേണ്ട, കാരണം പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതിന് മാർക്ക് വരുന്നില്ല, ഗ്രേഡ് തീരുമാനിക്കുമ്പോൾ അതിന് മാർക്ക് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് പഠിക്കണം എന്നൊരു നിർബന്ധവും പേരൻസിനില്ല. ഒന്ന്. രണ്ടാമത്തത് ഇതെല്ലാം യാന്ത്രികമായി മറ്റ് പരീക്ഷകൾ പഠിക്കുന്ന പോലെയുള്ള ഒരു വിഷയമായി ഇതിനെ മാറി. ഇതിനെ ഒരു വിഷയമായിട്ട് എടുക്കാതെ ഒരു ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമായി എടുക്കേണ്ട ഒരു കാര്യമാണിത്. ഞാൻ ഒരു 10 കൊല്ലം 12 കൊല്ലം മുന്നേ ഞാൻ മോറൽ സയൻസിന് വാല്യൂ എഡ്യൂക്കേഷൻ പേര് കൊടുത്തത്. വാല്യൂ എഡ്യൂക്കേഷന് ഞാൻ പുസ്തകങ്ങൾ അബോളിഷ് ചെയ്തു. പുസ്തകം വേണമെന്ന് ചോദിച്ചു. ഞാൻ നമുക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് ഉള്ള ഷോർട്ട് ഫിലിംസ് കളക്ട് ചെയ്യും. അത് കുറേ ബാംഗ്ലൂർ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തത്. അത് ഒരു 10 ഷോർട്ട് ഫിലിം ഒരു ക്ലാസ്സിൽ ഒരു കൊല്ലം കാണിച്ച് അതിനുശേഷമുള്ള അതിനെക്കുറിച്ച് ഡിസ്കഷനും അതിനെക്കുറിച്ചുള്ള അവരുടെ ആ പടം കണ്ടിട്ടുള്ള അതിൽ നിന്നുള്ള എമ്പതിയും അതിനെക്കുറിച്ചുള്ള അവരുടെ വികാരവും അവരങ്ങനത്തെ അവരായിരുന്നെങ്കിൽ എന്താണ് അവരുടെ ഇതെന്ന് ഉള്ള കാര്യങ്ങൾ പറയിക്കുകയും ക്ലാസ്സിൽ വിവരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് അത് വളരെ എഫക്റ്റീവായി എനിക്ക് തോന്നി. വെച്ചാൽ കുറേ വിദ്യാർത്ഥികളിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. ഈ പരീക്ഷയൊന്നുമില്ല, ക്ലാസ്സിൽ ലൈവ് ഡിസ്കഷനാണ്. സാറിന് അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ, ഒരു കേസ് ഏതെങ്കിലും അങ്ങനെ ഇതിലൂടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഏതെങ്കിലും ഒരു കുട്ടിനെ കുറിച്ചോ ഇല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫോമൻസ് മാറ്റിയതിനെ കുറിച്ചോ? എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അവിടെ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭയങ്കര വികൃതിയായിരുന്നു. അവന് ആരെ കിട്ടിയാലും തല്ലും. തല്ലാൻ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവൻ്റെ അപ്പനും അവന് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ തല്ലിക്കൊള്ളണം എന്നുള്ളതായിരുന്നു. ഇതെല്ലാം കണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ തല്ലെല്ലാം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇത് ശ്രദ്ധിച്ചു. ഇവൻ്റെ അടുത്ത് ടീച്ചർമാർ ഇതിൻ്റെ പിന്നാലെ കൂടി ഇതെന്താണ് കാരണം എന്നന്വേഷിച്ചപ്പോൾ ഇവൻ ഈ സിനിമ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ, സിനിമയിൽ ഒരുപാട് ഇതുപോലെ തന്നെ കുട്ടികൾ തല്ലുപിടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായ ഒരു ഇമ്പാക്റ്റ് അവൻ്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞു. അത് ശരിക്കും അവൻ തന്നെ അത് പറയുന്നുണ്ട് ടീച്ചർമാരുടെ. ഇതാണ് കാരണം കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ഒരു ഷോർട്ട് ഫിലിം എടുക്കേണ്ടതായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികളുടെ രീതിയിൽ പഠിപ്പിച്ചാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. എസ്പെഷ്യലി വിഷ്വലി അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ കൂടുതലായിട്ട് അറ്റൻറ്റീവ് ആയിരിക്കും അല്ലേ? അതെങ്ങനെയാണ് നമ്മളിപ്പം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കുട്ടികൾ ഇത് കാണുമ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഒരു വ്യക്തി ഒരു കാര്യം കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ ബ്രെയിനിലേക്ക് അത് പിക്ചറുകളായിട്ടാണ് പതിയുന്നത്. ഒരു പിക്ചറിൻ്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പം കാണുന്ന ഒരു പിക്ചർ, ഇപ്പം പരിവർത്തനം അല്ലെങ്കിൽ ഈ പിക്ചർ ഇത് കളർഫുള്ളാണ്. ഓക്കെ, വ്യത്യസ്ത കളറുകളുടെ കോമ്പിനേഷനാണ് ഈ പിക്ചർ എന്ന് പറയുന്നത്. ഇത് ബ്രെയിൻ നന്നായിട്ട് അബ്സോർവ് ചെയ്യും, അത് ബ്രെയിനിൽ സ്ഥിരമായിട്ട് ഉറഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരിക്കലും കുട്ടി മറക്കുന്നില്ല. പക്ഷേ നമ്മളുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് കാണുന്നത്? പുസ്തകത്തിൽ കാണുന്നത് ബ്ലാക്ക് ലെറ്റേഴ്സിലുള്ള എന്താണ് അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ എന്താണ്
ചില സമയത്ത് ഒരു വാല്യൂവും ഇല്ലാത്തൊരു ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു എന്താണ് ഒരു 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 വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരവസ്ഥ. ജനറലൈസ് ചെയ്യുമല്ലോ കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം കൂടി കാണുമ്പോഴേക്കും ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു റിബലിയസ് അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊന്ന്, നോർമലി വാല്യൂ എഡ്യൂക്കേഷൻ്റെ സമയത്ത് ടീച്ചേഴ്സ് അവരെ ഉപദേശിക്കുകയോ ചെയ്യുന്നത് അല്ലെ, ഉപദേശം കൊടുക്കുന്നൊരു ക്ലാസ് ആണല്ലോ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടോ ഉപദേശം കേൾക്കാൻ? നമുക്ക് ഇഷ്ടമല്ല ഉപദേശം കേൾക്കാൻ, നമ്മൾ ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമില്ല ഉപദേശം. ഇനി ഈ കുട്ടികൾ പെട്ടെന്ന് ഈ ഉപദേശം കേട്ട് കഴിയുമ്പോൾ വീട്ടിൽ കേട്ട് മടുക്കുന്ന സാധനമാണ് പിന്നെ ഇവിടെ വരുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ്റെ സമയത്തേക്ക് വരുന്നത്. അപ്പം തിയറിറ്റിക്കലായിട്ടല്ല ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള വസ്തുതകൾ അതിൻ്റെ അകത്തുണ്ടാവണം, കേൾക്കാനുള്ളത് അത് എന്താണ് ചെവികൾക്ക് മാധുര്യമേകുന്ന തരത്തിലുണ്ടാവണം, രുചി അനുഭവിക്കുന്ന തരത്തിലുണ്ടാവണം, സ്മെല്ല് അനുഭവിക്കുന്ന തരത്തിലുണ്ടാവണം, സ്പർശനം അനുഭവിക്കുന്ന തരത്തിൽ ഉണ്ടാവണം. അപ്പം ഈ 5 പഞ്ചേന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ 100% ഇത് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഉദാഹരണം, ഒരു അനാഥാലയത്തിലേക്ക് പോകുന്നു. അവിടെ എന്താണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ വ്യക്തി അവിടെ കാണുന്നു, അവരുടെ ധീനമായിട്ടുള്ള രോദന ആ വ്യക്തി കേൾക്കുന്നു. ആ ഒരു പരിസരത്തിലെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പലപ്പോഴും കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ആ സ്മെല്ല് അനുഭവിക്കുന്നു. അവർ പാകം ചെയ്യുന്ന, അവർ കഴിക്കുന്ന ആ ഭക്ഷണം ഈ വ്യക്തി കഴിക്കുന്നു. ആ പിള്ളേർ വന്ന് ഈ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ചില പിള്ളേർ കയറി ഇപ്പം എന്തെങ്കിലും ബുദ്ധിക്ക് കുറച്ചൊക്കെ പ്രശ്നമുള്ള കുട്ടികളൊക്കെ കയറി പിടിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് പിടുത്തമായിരിക്കും, നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരമുള്ള ടച്ചിങ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ കൊച്ചിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കുമ്പോൾ അത് എന്താണ് ബ്രെയിനിലേക്ക് ഉറയ്ക്കും, അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് സാർ ചെയ്തത്. ഓക്കെ, സാർ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റീസെന്റ് ഫ്ലഡിന്റെ കാര്യത്തില് നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം വന്ന ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആക്ടാണ് സാറ് നേതൃത്വത്തോടെ കുട്ടികൾ ചെയ്തത്. അപ്പം അതൊന്ന് വിവരിക്കാമോ ആ അനുഭവം? ഫ്ലഡുണ്ടായ ആദ്യ ദിവസങ്ങളിൽ എൻ്റെ സ്കൂൾ തൊട്ടടുത്തുള്ള സ്നേഹഗിരി സ്കൂളിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്യാമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ച് വന്നപ്പോൾ ഉച്ച സമയത്താണ്. അവിടെ ഭക്ഷണം ഒന്നും കാര്യമായിട്ടില്ല, കഞ്ഞി ഉണ്ടാക്കിയിട്ട് തികഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അവിടെ തിരിച്ചു വന്ന് നമ്മുടെ സ്കൂളിലെ ക്യാൻറ്റീനിൽ ഉള്ള കഞ്ഞിയും അവിടെ ചോറും ഉള്ള കറികളൊക്കെ എടുത്ത് ഞാൻ അപ്പോൾ അവിടെ കുട്ടികളുണ്ട്, കുട്ടികളെയും ഒരു ബസ്സിൽ കയറ്റി അവരെയും കൊണ്ടും ഞാൻ ഈ ക്യാമ്പിൽ ചെന്ന് അവർ ഈ സീൻ കാണുന്നു. അവിടെ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന കുറേ പേരും. അപ്പോൾ ഒരു ഭക്ഷണം വന്നപ്പോൾ ഉണ്ടായ ഒരു ഉന്തും തള്ളും, ഇത് കിട്ടാൻ വേണ്ടിയുള്ള ഉന്തും തള്ളും ഒക്കെ ഇവരിത് കണ്ട് ഇവരിങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം ഒരു പക്ഷേ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പിള്ളേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ തള്ളി കൂടുന്ന ഒരു രീതി അവർ നേരിട്ട് കണ്ടിട്ട് ഇവരും മുഖത്തൊന്നും വെട്ടിയാൽ ചോരയില്ലാത്ത വിധത്തിൽ നിൽക്കുകയാണ്. ഞാനപ്പോൾ അവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇന്ന് തൊട്ട് ഞാൻ ഭക്ഷണം എത്തിക്കാം, ഞാനവിടെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഞാനവിടെ പോകുന്നു, കുട്ടികളെ കയറ്റി പോകുന്നു. എൻ്റെ അടുത്ത് ബസ്സിൽ വെച്ച് ചോദിച്ചു, സാറേ ഇത് അവിടെ ഒരുപാട് പേരില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ഇപ്പോൾ അവിടെ ഒരു 2000 പേരുണ്ട്, ഇനി അത് കൂടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യാൻ പോകുന്നത്? സാർ ഞങ്ങളൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെയാണ്, ഒരു ഓണം വെക്കേഷൻ തുടങ്ങിയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി ഞങ്ങളൊക്കെ പോവുകയാണ്. ഗൾഫിലുള്ള പാരൻസിന് കുട്ടികളുണ്ട്, വടക്കേ ഇന്ത്യൻ മലയാളികളില്ലാത്ത വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞ് ഞാൻ ക്യാൻറ്റീൻ്റെ അകത്തേക്ക് കയറി. ഇവർ പുറത്തവിടെ നിന്ന് വർത്താനം പറഞ്ഞു നിന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവർ ഒന്നിട്ട് എടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പാരൻസിനെ വിളിക്കാം. എന്തിനാ? ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നുള്ളൂ എന്നൊന്ന് അനുവാദം വാങ്ങാനാണ്. ഞങ്ങളിവിടെ സഹായിക്കാം, ഇവിടെ അധികം പേര് സഹായിക്കാനില്ല, ഞങ്ങൾ സഹായിക്കാം. അതിനുശേഷം 60 കുട്ടികൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് 60 കുട്ടികൾ അത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു 20ഓളം കുട്ടികൾ, മലയാളികളല്ലാത്ത 20 കുട്ടികളും മറ്റുള്ള മലയാളികളാണ് ഗൾഫിൽ പോകേണ്ടവരാണ്. അവർ 60ഓളം പേര് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ്
ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി വരും. അപ്പം ഞങ്ങളുടെ ക്യാൻറ്റീനിലുള്ള മറ്റ് സ്റ്റാഫിനൊന്നും പറയാൻ പറ്റില്ല, എല്ലാം വെള്ളം കയറി ചുറ്റുപാട് നിൽക്കുകയാണ്. കാര്യമായി ആരുമില്ല, 1-2 ടീച്ചർമാർ മാത്രം അകത്ത് പെടുന്നുണ്ട്. പിന്നെ ഈ കുട്ടികളാണ്, ഒരു കുക്കുണ്ട്, മുഴുവൻ കാര്യങ്ങളും പാത്രം കഴുകുന്ന തൊട്ട് ചാക്ക് ചുമക്കുന്ന, കിൻഡൽ ചാക്ക് ചുമക്കുന്ന പെൺകുട്ടികളെ വരെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വണ്ടികളിൽ നിന്ന് വലിയ ചാക്കെടുത്ത് തോളത്ത് കയറ്റി കൊണ്ട് നടക്കുന്ന വലിയ ആൾക്കാർക്ക് പറ്റില്ല, അതുവരെ ചെയ്ത കുട്ടികളാണ്. അത് അന്ന് കണ്ട ഇമ്പാക്റ്റാണ് അവർ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ പതിഞ്ഞ് അവർ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ട് വേദന കണ്ടപ്പോൾ അവർക്ക് വന്നതാണ്. ഞാൻ ഇവരോട് ചോദിച്ചു, രണ്ടാമത്തെ ദിവസം എനിക്ക് ഭയങ്കര മനസ്സിൽ ടച്ച് ചെയ്ത കാര്യം, ഇവർക്ക് കോഴിയിറച്ചിയോ മീനോ ഇല്ലാതെ ഇവർക്ക് ഭക്ഷണം തൻ്റെ വീട്ടിലെ പിള്ളേരാണല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നാളെ എന്താ നിങ്ങൾക്കുള്ള ഭക്ഷണം? ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നത് മതി, അതേ പക്ഷേ ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന ഒരു പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു കയ്യടി അവരിത് കാണുമ്പോൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരെ അവർ എത്തിക്കഴിഞ്ഞു. അവിടെയാണ് നമുക്ക് ആലോചിക്കേണ്ടത്. നമ്മൾ പലരും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കമ്പൾസറി ആയിട്ട് ഒരു സർക്കാർ അത് തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ള അനാചാരങ്ങളിലേക്കും സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു വാക്കത്തെയും പഠിച്ച് കുറച്ച് ചെടി വെട്ടി അവസാനിപ്പിക്കുന്നതല്ല, അതല്ല. ശരിക്കുള്ള സോഷ്യൽ വർക്ക് എന്താണ് എന്ന് നിർവചിച്ച് ആ സോഷ്യൽ വർക്കിനുള്ള ഒരു പാഠ്യക്രമം തന്നെ തയ്യാറാക്കിയിട്ട് അത് ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യണം. അവർ ഒരു അനാശാലയിൽ ഒരു ബാച്ച് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്ത് അത് പ്രൊജക്റ്റായിട്ട് അവർക്ക് കൊടുത്ത്, അത് പ്രൊജക്റ്റ് മാർക്ക് വേണം, അവർക്ക് ഗ്രേഡ് കൊടുത്ത് അവർക്കത് മനസ്സിൽ പതിയുന്ന വിധത്തിൽ കാര്യങ്ങൾ നടത്താം. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അല്ലേ? അതും സാറിൻ്റെ ആ ഒരു അവരെ ബ്രിങ്ങപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയും കുട്ടികളാണെങ്കിലും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ്, ആ ഒരു ഹ്യൂമാനിറ്റി നമുക്ക് ശരിക്കും കാണാൻ പറ്റിയ ദിവസങ്ങളാണ്. എങ്ങനെയാണ് ഈ ടീച്ചേഴ്സും പാരൻസും മാനേജ്മെൻറ്റും കുട്ടികളുമൊക്കെ ഈ ഒരു വാല്യൂസിന് പ്രാധാന്യം കൊടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എഡ്യൂക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളും അധ്യാപകരും റോൾ മോഡലുകളാകുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താ? എനിക്കൊരു റോൾ മോഡലിനെ കാണിച്ചു തരാമെന്ന് ചോദിക്കുന്നത്. കാരണം ഞാൻ ആരെ നോക്കി പഠിക്കണം, ആരെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം. സാറിനെ പോലെയുള്ള റോൾ മോഡലുകളെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. കാരണം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് ആ റോൾ മോഡൽ പറഞ്ഞപ്പോൾ എന്താണ്, 10,000 രൂപ മുടക്കി ബുക്ക് ചെയ്തിരിക്കുന്ന എയർ ടിക്കറ്റ് അത് ക്യാൻസലാക്കിയിട്ട് ഇവിടെ നിന്നിട്ട് ഈ റോൾ മോഡലിനെ ഫോളോ ചെയ്യുവാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് ആര് വന്നു? ഈ കുട്ടികൾ വന്നു. അപ്പോൾ മാതാപിതാക്കൾ അധ്യാപകർ റോൾ മോഡലുകളാവുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ പറയുന്നത് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. സാധാരണ ആൾക്കാർ പറയുന്നൊരു കാര്യം, ഞാൻ കള്ളുകുടിയനൊക്കെയാണ്, പക്ഷേ കള്ളു കുടിക്കുന്നതിൻ്റെ അപാകതകൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയും, ഞാൻ അതിനകത്ത് യോജിക്കുന്ന ആളല്ല. ഓക്കെ, ആ ഒരു യോജിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഡി അഡിക്ഷൻ ചെയ്യുന്ന ആളാണ്. ഓക്കെ, എൻ്റെ തെറാപ്പികളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ലെവലിലേക്ക് ഞാൻ പോകാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനെന്ത് ഉപയോഗിക്കാറില്ല, ഞാൻ മദ്യം ഉപയോഗിക്കാത്ത ആളാണ്. ഇതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ മദ്യവും സിഗരറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാല്യൂ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരെ വിശ്വസിക്കൂ. പ്രത്യേകിച്ച് വാല്യൂ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ പറയുന്നതല്ല, നമ്മൾ എന്താ ചെയ്യുന്നത് എന്നാണ്, നമ്മളെങ്ങനെ ജീവിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഇനി ഒരൊറ്റ കാര്യം കൂടി എൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ച കുട്ടികൾക്ക് അനുഭവം ഉണ്ടാക്കി കൊടുക്കണം. ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവട്ടെ. അത് അനാഥാലയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലഡ് റിലീഫ് ക്യാമ്പുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ. അതായത് മനുഷ്യൻ വേദനിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടേക്ക് ഈ കുട്ടികളെ ഇറക്കിക്കൊണ്ട് പോകണം. പിന്നെ ബാക്കിയുള്ള വാല്യൂസ്, നമ്മൾ സത്യസന്ധതയായിക്കോട്ടെ, വിനയമായിക്കോട്ടെ, എളിമയായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള വാല്യൂസൊക്കെ അതിൻ്റേതായ സമയങ്ങളിൽ കാണിച്ചു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും മാതാപിതാക്കൾക്ക് കഴിയണം. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ.
ഓക്കെ, ഒപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു വാല്യൂ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ മുതിർന്നവർക്ക് സാധിക്കണം. സാറിനോടൊപ്പമുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഒത്തിരി വിശേഷങ്ങളും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും നമ്മളോട് ഷെയർ ചെയ്യാൻ സാറുണ്ടാവും. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് സച്ചിൻ തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയ ഒരു കാര്യമാണ്. തൻ്റെ അച്ഛൻ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു വലിയ ക്രിക്കറ്ററായി അറിയപ്പെടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നല്ലൊരു മനുഷ്യനായി അറിയപ്പെടുക എന്നുള്ളതാണെന്ന്. ഈ ഒരു വാചകമാണ് സച്ചിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചതെന്ന്. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പാരൻസ് ആവട്ടെ ഏവരും എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം